السلام عليكم ورحمة الله أيها الطلاب الأعزاء مرحبا بكم إلى صف جديد. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് എല്ലാവരും ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ അല്ലേ? നമ്മൾ അൽ-ലുഅത്തുൽ അറബിയ്യ തഖൂലു ഖിസ്സദാത്തിയ അല്ലേ, അറബി ഭാഷ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? അതിൻ്റെ ഖിസ്സദാത്തിയ, അറബി ഭാഷയുടെ കഥ പറയുന്നുണ്ടായിരുന്നു അല്ലേ? അതോടൊപ്പം തന്നെ നമ്മൾ ജമ്മു മുഅന്നസ് സാലിം, എന്താണ് ജമ്മു മുഅന്നസ് സാലിം, എങ്ങനെയാണ് ജമ്മു മുഅന്നസ് സാലിം മനസ്സിലാക്കുക എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് അതിലെ ബാക്കി ആക്ടിവിറ്റീസുകളോട് നോക്കാം. നഖ്താറു മിനൻ നുസൂസി ജംഉൽ മുഅന്നസ് സാലിം വ നഖറ, അതാണല്ലേ അവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം? നഖ്താറു മിനൻ നുസൂസി, നമ്മൾ ആ വായിച്ചിട്ടുള്ള ഒരു ഖണ്ഡിക ഉണ്ടല്ലോ, ഒരു ഉദ്ധരണി, അതിൽ നിന്ന് നമുക്ക് തിരഞ്ഞെടുക്കാം ജംഉൽ മുഅന്നസ് സാലിം, ജംഉ മുഅന്നസ് സാലിമിനെ തിരഞ്ഞെടുക്കാം എന്നാണ്. വ നഖറഉ, എന്നിട്ട് നമുക്കത് വായിക്കുകയും ചെയ്യാമെന്നാണ്. അപ്പോൾ നമ്മൾ എങ്ങോട്ട് മടങ്ങണം? നമ്മൾ പാഠത്തിലേക്ക് മടങ്ങണം അല്ലേ? അറബി ഭാഷയുടെ ആ ഖിസ്സദാത്തിയ ഉണ്ടല്ലോ, അതാണ് നമ്മൾ എടുക്കേണ്ടത്. അതിൽ വന്നിട്ടുള്ള ജമ മുഅന്നസ് സാലിം ഏതൊക്കെയാണ് എന്ന് വെച്ചാൽ അത് തിരഞ്ഞെടുക്കാനാണ് ചോദ്യം. ഈ പാഠഭാഗം വായിച്ചിട്ടാണ് നിങ്ങൾ ജമ്മു മുഅന്നസ് സാലിം കണ്ടെത്തേണ്ടത് കേട്ടോ. കഴിഞ്ഞ ക്ലാസ് ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് നമ്മൾ ജമ്മു മുഅന്നസ് സാലിം പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കുക. ജമ്മു മുഅന്നസ് സാലിമാണ് എങ്കിൽ അതിൻ്റെ അവസാനത്തിൽ ഒരു അലിഫും താവും ചേർന്ന് വരുന്നുണ്ടായിരിക്കും അല്ലേ? ഒരു അലിഫും അതുപോലെ തന്നെ താവും ചേർന്ന് വരുന്നുണ്ടായിരിക്കും. അങ്ങനെ വന്നിട്ടുള്ള പദങ്ങളെയാണ് നമ്മൾ ഇതിൽ നിന്നും തിരഞ്ഞെടുക്കേണ്ടത്. നമുക്കൊന്ന് നോക്കിയാലോ. ഇവിടെ നമുക്ക് മൂന്നാമത്തെ ലൈനിലായിട്ട് കാണാൻ പറ്റും അല്ലേ? അൽ ഉൽബാത്ത്, നിങ്ങൾ കാണുന്നുണ്ടല്ലോ, അൽ ഉൽബാത്ത്, അതുപോലെ തന്നെ അൽ ലായിഹാത്ത്, അൽ യാലാനാത്ത്, അതുപോലെ തന്നെ അടുത്ത ലൈനിലായിക്കൊണ്ട് അൽ മക്തബാത്ത്, അൽ റിവായാത്ത്, അൽ മസ്രഹിയാത്ത് അല്ലേ? ഇത്രയാണ് അതിൽ ജമ മുഅന്നസ് സാലിമായിട്ട് വന്നിട്ടുള്ളത്. അത് നിങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതുക കേട്ടോ. ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കാം. നുലാഹിദു വനഫ്ഹമു എന്നാണ് അല്ലേ? നുലാഹിദു നമുക്ക് വീക്ഷിക്കാം, നമുക്ക് നോക്കാം. വനഫ്ഹമു എന്നിട്ട് നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യാമെന്നാണ്. അവിടെ ഹുനാക മുൽസഖുൻ, അവിടെ ഒരു മുൽസഖ് ഉണ്ട് അല്ലേ? മമാന മുൽസഖ് പോസ്റ്ററാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒരു പോസ്റ്റർ കൊടുത്തിട്ടുണ്ട്. എന്തിനെക്കുറിച്ചുള്ള പോസ്റ്ററാണ്? അനിൽ ലുഅത്തുൽ അറബിയ്യ അല്ലെ, അറബി ഭാഷയെക്കുറിച്ചുള്ളൊരു പോസ്റ്റർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ താഴെ കൊടുത്തിട്ടുണ്ട് നുറാജി ഒന്നസ വനോയിദു മുൽസഖം അനിൽ ലുഅത്തുൽ അറബിയ്യ. വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ ആ പഠിച്ചൊരു ഖണ്ഡികയിലേക്ക് തന്നെ മടങ്ങുക. എന്നിട്ട് അറബി ഭാഷയെക്കുറിച്ച് ഇതുപോലെ നിങ്ങൾ പോസ്റ്റർ തയ്യാറാക്കാനാണ് പറയുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടായിരിക്കുമല്ലോ. നിങ്ങൾ എന്ത് ചെയ്യുക? മുകളിൽ കൊടുത്തിട്ടുള്ളത് പോലെ അറബി ഭാഷയെക്കുറിച്ച് പോസ്റ്റർ ഉണ്ടാക്കുകയാണ് വേണ്ടത്. ഇത് നമ്മുടെ ഒരു പാഠഭാഗത്തിൽ നിന്നാണ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അതിനു മുമ്പായിക്കൊണ്ട് ടീച്ചർ നിങ്ങൾക്ക് അറബി ഭാഷയെക്കുറിച്ച് അല്ലെങ്കിൽ അറബി ഭാഷയുടെ പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്ന കുറച്ച് പോസ്റ്ററുകൾ കാണിച്ചു തരാം. അതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. കൊടുത്തിട്ടുള്ള പോസ്റ്റർ ലോക അറബി ഭാഷാ ദിനം അല്ലെ, ഡിസംബർ 18 ലോക അറബി ഭാഷാ ദിനവുമായി കൊണ്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നമുക്ക് ഈ പോസ്റ്ററിൽ എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് എന്ന് നോക്കാം. അതിനുശേഷം ടീച്ചർ പോസ്റ്റർ കാണിച്ചു തരാം കേട്ടോ. അൽ-യൗമുൽ ആലമി ലിൽ-ലുഅത്തുൽ അറബിയ്യ അല്ലെ, വേൾഡ് അറബിക് ലാംഗ്വേജ് ഡേ എന്നാണ്. ഡിസംബർ 18 അല്ലേ? മാ അജ്മല ലുഅത്തി അൽ അറബിയ്യ, എൻ്റെ അറബി ഭാഷ. മാ അജ്മല, എത്ര ഭംഗിയുള്ളതാണ്. ടീച്ചർ ഇവിടെ കൊടുത്തിട്ടുള്ളത് വിവിധ തരത്തിലുള്ള പോസ്റ്ററുകളാണ്. അറബി ഭാഷയെക്കുറിച്ചും അതുപോലെ തന്നെ ലോക അറബി ഭാഷാ ദിനത്തെക്കുറിച്ചും അറബി ഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ചുമൊക്കെ മനസ്സിലാക്കി തരുന്ന പോസ്റ്ററുകളൊക്കെ ഇതിലുണ്ട്. ഇതേപോലെയുള്ള ഈ രൂപത്തിലുള്ള പോസ്റ്ററുകളാണ് നിങ്ങളും തയ്യാറാക്കേണ്ടത് കേട്ടോ. നമുക്ക് നമ്മുടെ ഈ പാഠഭാഗത്തിൽ നിന്നും പോസ്റ്ററിലേക്കുള്ള സെൻറ്റൻസുകൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ഒന്നാമത്തെ സെൻറ്റൻസ് നോക്കൂ. അന ബിൻതു അദ്നാൻ എന്നാണ് അല്ലേ? അതിന് നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റും? അൽ ലുഅത്തുൽ അറബിയ്യ ഹിയ ബിൻതു അദ്നാൻ. അതുപോലെ തന്നെ അടുത്ത സെൻറ്റൻസിൽ നിന്നും അൽ ലുഅത്തുൽ അറബിയ്യ ഹിയ ലുഅത്തുൽ ലോദ് അല്ലേ? അൽ ലുഅത്തുൽ അറബിയ്യ, അറബി ഭാഷ എന്താണ്? ലുഅത്തുൽ ലോദാണ്, ലോദിൻ്റെ ഭാഷയാണ്. അതുപോലെ അടുത്ത ലൈനിൽ നിന്നും അൽ ലുഅത്തുൽ അറബിയ്യ ഹിയ ലുഅത്തുൽ ഫന്ന് വൽ അദബ്, അതെന്താണ്? അറബി ഭാഷ സാഹിത്യത്തിൻ്റെയും അതുപോലെ തന്നെ കലയുടെയും എല്ലാം ഭാഷയാണ്. അതേപോലെ അൽ ലുഅത്തുൽ അറബിയ്യ വഹിയ യഹ്ദ ലുആത്തി മിൻ ഹൈഅത്തുൽ ഉമമിൽ മുത്തഹിദ അല്ലെ? യഹ്ദ ലുആത്തി മിൻ ഹൈഅത്തുൽ ഉമമിൽ മുത്തഹിദ, ഐക്യരാഷ്ട്രസഭയുടെ ഭാഷകളിൽ ഒന്നാണ് ഏത്? അറബി ഭാഷ എന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പോസ്റ്ററിലേക്ക് സെൻറ്റൻസുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും.
ഈ പറഞ്ഞ സെൻറ്റൻസുകളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നിങ്ങൾ പോസ്റ്റർ തയ്യാറാക്കേണ്ടത്. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം അല്ലേ. എന്താണ് അടുത്ത ആക്ടിവിറ്റി? നഖറഉ നിഖാത വനുഇദ്ദു ഖിസ്സ ദാതിയ ലിലുഗതിനൽ എന്നാണ് അല്ലേ. നഖറഉ നിഖാത അവിടെ കൊടുത്തിട്ടുള്ള പോയിന്റുകളൊക്കെ വായിക്കുക. വനുഇദ്ദ എന്നിട്ട് നമുക്ക് തയ്യാറാക്കാമെന്നാണ്. ഖിസ്സത്തുൻ ദാതിയ എന്താണ്? ഖിസ്സ ദാതിയാണ് അല്ലേ. ലിലുഗതിനൽ നമ്മുടെ മാതൃഭാഷയുടെ ആ ഒരു ആത്മകഥയുണ്ടല്ലോ, അതാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. നേരത്തെ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഖിസ്സ ദാതിയ ലിലുഗതിൽ അറബിയായിരുന്നു അല്ലേ. അറബി ഭാഷയുടെ ആ ഒരു ആത്മകഥയായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നിങ്ങൾ തയ്യാറാക്കേണ്ടത് നമ്മുടെ മാതൃഭാഷയായിട്ടുള്ള മലയാളത്തിൻ്റെ ആത്മകഥയാണ് അല്ലേ. മലയാള ഭാഷ സംസാരിക്കുന്ന പോലെയാണ് നിങ്ങൾ തയ്യാറാക്കേണ്ടത്. നമുക്ക് അവിടെ കൊടുത്തിട്ടുള്ള പോയിന്റുകളൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. ഒലുവും മിനൽ ഉസ്രത്തി ഡ്രാവിഡിയ അല്ലേ. ഡ്രാവിഡിയൻ കുടുംബത്തിലെ അംഗമാകുന്നു എന്നാണ്. മെമ്പർ ഓഫ് ഡ്രാവിഡിയൻ ഫാമിലി അല്ലേ. പിന്നെന്താ? തുഞ്ചത്ത് എഴുത്തച്ഛൻ. അഫ്തഖിറു ബി തുറാത്തി എന്നാണ്. അഫ്തഖിറു ഞാൻ എന്ത് ചെയ്യുന്നു? അഭിമാനം കൊള്ളുന്നു. ബി തുറാത്തി എൻ്റെ ആ ഒരു പൈതൃകത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. അനിയത്തുൻ ബിൽ ഫുനൂൻ വൽ ആദാബ്. അനിയത്തുൻ എന്താണ്? അനിയത്ത് സമ്പുഷ്ടമാണ് അല്ലേ. ബിൽഫുനൂനി കലകൾ കൊണ്ടും അൽ ആദാബ് സംസ്കാരങ്ങൾ കൊണ്ടും ഞാൻ എന്താണ്? സമ്പുഷ്ടമാണ്. അൽ കുത്തുബുൽ ഇൽമിയ വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ. അരിവായാത്തു വൽ മസ്റഹിയാത്തു വൽ ഖിസസ് നോവലുകൾ, അതുപോലെ തന്നെ നാടകങ്ങൾ, സ്റ്റോറികൾ. ഖിസസ് സ്റ്റോറികളാണ് കേട്ടോ. അവസാനത്തെ പോയിൻ്റായിട്ട് കൊടുത്തിട്ടുള്ളത് എന്താണ്? വൈക്കം മുഹമ്മദ് ബഷീറാണ് അല്ലേ. അപ്പോൾ ഈ പോയിന്റുകളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വേണം നമ്മൾ ആ ഖിസ്സ ദാതിയ ലിലുഗതിൽ നമ്മുടെ മാതൃഭാഷയുടെ ആ ഒരു ആത്മകഥ തയ്യാറാക്കുവാൻ വേണ്ടിയിട്ട്. നമുക്കൊന്ന് തയ്യാറാക്കി നോക്കിയാലോ. എന്തായിരിക്കും ആദ്യം പറയുന്നത്? അറബി ഭാഷ സംസാരിക്കുന്ന സമയത്ത് അറബി ഭാഷ പറയുന്നുണ്ട്, അന ബിൻതു അദ്നാൻ, ഞാൻ അദ്നാൻ്റെ പുത്രിയാണ്. അതേപോലെ തന്നെ മലയാള ഭാഷ അതിൻ്റെ കുടുംബത്തെയും ഇവിടെ പറയുന്നുണ്ട് അല്ലേ. ഏത് കുടുംബത്തിൽ വരുന്നതാണ്? ഏതാണ് മലയാള ഭാഷയുടെ കുടുംബം എന്ന് പറയുന്നത്? ദ്രാവിഡിയൻ ഫാമിലിയാണ് അല്ലേ. ദ്രാവിഡിയൻ ഫാമിലിയിലെ ഒരു മെമ്പറാണ് ഏത്? ലോകത്ത് മലയാളം എന്ന് പറയുന്നത്, മലയാള ഭാഷ. അതുപോലെ തന്നെ ആരാണ് അബുൽ ലോകത്തിൽ മലയാളം? മലയാള ഭാഷയുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? അബുൽ ലോകത്തിൽ മലയാളം. അത് തുഞ്ചത്ത് എഴുത്തച്ഛനാണ് അല്ലേ. തുഞ്ചത്ത് എഴുത്തച്ഛനാണ് എന്ത്? മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. അറബി ഭാഷയെപ്പോലെ തന്നെ കലയും സംസ്കാരങ്ങളും ഒക്കെ നിറഞ്ഞൊരു ഭാഷ തന്നെയാണ് ഏത്? മലയാള ഭാഷയും. ഒരുപാട് വൈജ്ഞാനിക ഗ്രന്ഥങ്ങളും കഥകളും നോവലുകളും നാടകങ്ങളും ഒക്കെ തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും. മലയാള ഭാഷയിൽ മറ്റു ഭാഷകളെ അപേക്ഷിച്ച് കാണാൻ സാധിക്കും അല്ലേ. ഇനി നമുക്ക് എഴുതി നോക്കാം. എങ്ങനെയാണ് നമ്മളിത് തുടങ്ങേണ്ടത്? അന ലോകത്ത് മലയാളം, ഞാൻ ആരാണ്? മലയാള ഭാഷയാണ്. അന ലോകത്ത് മലയാളം. പിന്നെന്ത് പറയാം? അന മിൻ ഉസ്രത്തി ഡ്രാവിഡിയ അല്ലേ. അന മിൻ ഉസ്രത്തി ഡ്രാവിഡിയ, ഞാൻ എന്താണ്? ഡ്രാവിഡിയൻ കുടുംബത്തിൽപ്പെട്ട മെമ്പറാണ്. അന മിൻ ഉസ്രത്തി ഡ്രാവിഡിയ. അടുത്ത പോയിന്റ് എന്താണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്? തുഞ്ചത്ത് എഴുത്തച്ഛനാണ് അല്ലേ. അപ്പം നമുക്കതിനെ എങ്ങനെയാണ് മാറ്റാം? അബി തുഞ്ചത്ത് എഴുത്തച്ഛൻ അല്ലേ. അബി എൻ്റെ പിതാവ് ആരാണ്? തുഞ്ചത്ത് എഴുത്തച്ഛനാണ്. അടുത്ത പോയിന്റ് എന്താണ്? അഫ്തഖിറു ബി തുറാത്തി എന്നാണ് അല്ലേ. ഇപ്പോൾ പാഠഭാഗത്തിലെ ആ ഒരു ഭാഗം അവസാനത്തിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് അതെന്ത് ചെയ്യാം? അവസാനത്തിൽ കൊടുക്കാം. അനിയത്തും ബിൽ ഫുനൂനി വൽ ആദാബ്, അതാണ് അടുത്ത പോയിൻ്റായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കതിനെ എങ്ങനെ സെൻറ്റൻസാക്കി മാറ്റാം? അന അനിയത്തുൻ ബിൽ ഫുനൂനി വൽ ആദാബി വൽ കുതുബിൽ ഇൽമിയ. അന അനിയത്തുൻ ബിൽ ഫുനൂനി വൽ ആദാബി വൽ കുതുബിൽ ഇൽമിയ, ഞാൻ എന്താണ്? വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ കൊണ്ടും സാഹിത്യം കൊണ്ടും കല കൊണ്ടും സമ്പുഷ്ടമാണ് എന്നാണ് അല്ലേ. അടുത്ത പോയിന്റ് നോക്കൂ. അരിവായാത്തു വൽ മസ്റഹിയാത്തു വൽ ഖിസസ് എന്നാണ് അല്ലേ. അപ്പോൾ നമ്മുടെ പാഠഭാഗത്തിൽ എങ്ങനെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്? വസ്യഅതു ഫി ജമീഇ അൻവാഇൽ അദബ് മിന റിവായാത്തി വൽ മസ്റഹിയാത്തി വൽ അഖാസീസി വൽ അനാഷീദി വൽ അഷ്ആർ എന്നായിരുന്നു. അതേ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെയും എഴുതി കൊടുക്കാം. അവസാനമായിക്കൊണ്ട് മൂന്നാമത്തെ പോയിന്റ് വെച്ച് കൊടുക്കാം അല്ലേ. അന അഫ്തഖിറു ബി തുറാത്തി, ഞാൻ എൻ്റെ പൈതൃകത്തിൽ അഭിമാനിക്കുന്നു.
ഈ പറഞ്ഞ രൂപത്തിലാണ് നമ്മൾ ഖിസ്സ ദാത്തിയ തയ്യാറാക്കേണ്ടത്. എല്ലാ വിദ്യാർത്ഥികളും എഴുതിയെടുത്തിട്ടുണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു ക്ലാസ്സുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അതിനു മുമ്പായി എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വെക്കണേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.